ഏട്ടാ ഏട്ടാ ഏട്ടനെന്തായി മരത്തിൻ്റെ അടി വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ദേവി, എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലടി. നമ്മുടെ മോളെ അവൾ ഇന്നലെ മുതൽ എന്നോടൊന്നും മിണ്ടുന്നില്ല. എനിക്ക് ആകപ്പാടെ സങ്കടമായി. അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അവൾ പറഞ്ഞാൽ നീ കേട്ടില്ലേടി, അവക്കേ ബാംഗ്ലൂർ പോയി പഠിക്കണമെന്ന്. നമ്മളിപ്പോൾ ദിനം പ്രതി പത്രത്തിലും ടി വിയിലൊക്കെ എന്തെല്ലാം വാർത്തകളാണ് ദേവി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കേ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ ദേവി. അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? നീ പറ. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. താഴത്തും തലയിലും വെക്കാതെ അല്ലേ അവളെ വളർത്തിക്കൊണ്ടുവന്നത്? പറ ദേവി. എന്നിട്ടേ അവളിപ്പോൾ പറയണേ അവൾക്ക് നമ്മളെയൊക്കെ വിട്ടിട്ടേ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കണോ അത്രേ. ഞാൻ ചത്താലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ദേവി. അവളെന്നോടൊന്നും മിണ്ടുന്നില്ല. ഈ അച്ഛന് ഒരുപാട് വിഷമമായി. നീ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അവളിപ്പോൾ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല അവൾ. അവൾക്കിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തിയായി എന്നാണ് അവളുടെ ധാരണ. പക്ഷേ നമുക്കെന്നും നമ്മുടെ കൊച്ചു കുട്ടിയല്ലേ ദേവി. നീ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കും. അവളെന്നീ അച്ഛനോട് മിണ്ടിയാൽ അച്ഛൻ വീട്ടിലേക്ക് വരും. ഏട്ടനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? ഏട്ടനിങ്ങനെ എന്ത് ചെയ്യും? ഞാൻ ഈ അച്ഛൻ്റെ മോളെ നടുവിൽ കിടന്ന് ഇങ്ങനെ തീ തിന്നുക, ശ്വാസം മുട്ടിച്ചാകോട്ടെ ഏട്ടാ ഞാൻ. ദേവി, നീ പറഞ്ഞ അവളനുസരിക്കും. ചെല്ലി അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ അവളെ ഇങ്ങനെ വിളിച്ചോണ്ടോ.